എന്റെ വീട് സീസൺ 2-ന്റെ ഗ്രാൻഡ് ഫിനാലയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കേരളത്തിലെ ഏറ്റവും മികച്ച വീട് തേടിയുള്ള നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും മികച്ച വീടിനെ നമ്മൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞു. ഏകദേശം 500ഓളം എൻട്രീസ് വന്നതിൽ നിന്നും നമ്മുടെ ജഡ്ജിംഗ് പാനൽ, വളരെ പ്രഗത്ഭരായ നമ്മുടെ ജഡ്ജസ് 60 വീടുകൾ സെലക്ട് ചെയ്തു. ആ 60 വീടുകൾ തമ്മിൽ കമ്പീറ്റ് ചെയ്തതിനു ശേഷം അവസാനം 3 വീടുകളാണ് ടോപ്പ് 3 ഹൗസസായി എത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും അധികം മാർക്ക് സ്കോർ ചെയ്ത് നമ്മുടെ ഫസ്റ്റ് പ്ലേസിൽ എത്തിയിരിക്കുന്നത്, 1ാം സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്നത് കണ്ണൂരുള്ള ഹംസഫർ ആണ്. ഹംസഫർ നമുക്കൊന്ന് കണ്ടു നോക്കാം. രണ്ടാം സമ്മാനം 2 വീടുകളാണ് ഷെയർ ചെയ്യുന്നത്. ഒന്ന്, നമുക്കൊക്കെ വളരെ കൗതുകകരമായ ഒരു അനുഭവമായി മാറിയ തൃശ്ശൂരുള്ള മഡ് ഹൗസ് ആൻഡ് എറണാകുളത്തെ വടക്കും തല വീട്. ഈ 2 വീടിന്റെയും വിഷ്വൽസിലേക്ക്.
സോ നമ്മുടെ അടുത്ത വീട് എറണാകുളത്തെ വടക്കുംതല വീട്. എന്റെ വീട് സീസൺ 2 ടോപ്പ് 3 ഹൗസസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. കണ്ണൂരിലെ ഹംസഫർ, തൃശ്ശൂരിലെ മനോഹരമായ മഡ് ഹൗസ് ആൻഡ് എറണാകുളത്തെ വടക്കുംതല വീട്. ഇനി നമുക്ക് നമ്മുടെ ജഡ്ജസിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നെറുലാക്ക് എന്റെ വീട് സീസൺ 2 ആദ്യ എപ്പിസോഡ് മുതൽ നമ്മുടെ ഫൈനൽ റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്ന ഈ നിമിഷം വരെ നമ്മോടൊപ്പം ഉള്ളത് 2 ജഡ്ജസ് ആണ്. നമ്മുടെയൊക്കെ വളരെ പ്രിയങ്കരനായ പ്രശസ്ത ആർക്കിടെക്ട് ആൻഡ് ഹാബിറ്റാറ്റ് ടെക്നോളജി ഗ്രൂപ്പിന്റെ സ്ഥാപകനുമായ പത്മശ്രീ ജി ശങ്കർ സാറിനെ നമുക്ക് വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യാം. അടുത്തതായി നിങ്ങൾക്കെല്ലാം വളരെ സുപരിചിതയായ ആർക്കിടെക്ട് ശ്രീമതി ഷൈന രാജേഷ്, ബിൽഡിംഗ് കോൺസെപ്റ്റ്സിന്റെ ഉടമ കൂടിയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ഷൈന രാജേഷ്. നെറുലാക്ക് എന്റെ വീട് സീസൺ 2 ഇത്രയും സക്സസ്ഫുൾ ആയി പോയതിന് പിന്നിൽ തീർച്ചയായിട്ടും നമ്മുടെ സ്പോൺസർ നെറുലാക്ക് ഉണ്ട്. സോ നെറുലാക്കിനെ റെപ്രസെന്റ് ചെയ്ത് ഇവിടെ ആദ്യമായി എത്തുന്നു ശ്രീ സുനിൽ ജോർജ്, റീജിയണൽ സെയിൽസ് മാനേജർ. സർ പ്ലീസ്. അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നെറുലാക്കിന്റെ ട്രിവാൻഡ്രം ഏരിയ മാനേജർ ശ്രീ ജോൺസ് കോശി. സർ പ്ലീസ്. And finally, we have Nerolac-ന്റെ Kerala Project Manager, Sri Jitesh P.U. Sir, please. അങ്ങനെ നമ്മുടെ വിശിഷ്ട അതിഥികൾ എല്ലാവരും എത്തിക്കഴിഞ്ഞു. നെറുലാക്ക് എന്റെ വീട് സീസൺ 2 കുറിച്ച് ഇവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. ആദ്യമായി നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ശങ്കർ സർ, ഓരോ വീട് കാണുമ്പോഴും വളരെ ഓണസ്റ്റ് ആയിട്ട് വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് ആയിരുന്നു സാറിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ആൻഡ് ഒരു വീട്ടുടമസ്ഥനും തീർച്ചയായിട്ടും എല്ലാവരുടെയും ഒരു ഡ്രീമാണ് വീടെന്ന് പറയുന്നത്. ഒരിക്കൽ പോലും ഒരു വിഷമം തോന്നാത്ത രീതിയിൽ അത്രയും സ്മൂത്ത് ആയിട്ട് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത ഒരു ജഡ്ജ് കൂടിയാണ്. സോ ശങ്കർ സാറിനോട് നമുക്ക് ആദ്യമായി ചോദിക്കാം, എന്താണ് എന്റെ വീടിനെ കുറിച്ച് സാറിന് പറയാനുള്ളതെന്ന്. വീണ പറഞ്ഞത് 100% ശരിയാണ്. കാരണം വെച്ചാൽ ഒരു വിധികർത്താവായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് തീർച്ചയായും ദുഷ്കരമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഈ യാത്രക്കിടയിൽ യാതൊരു തര പരിഗണനകളുമില്ല. നമ്മളുടെ മുൻപിൽ കാണുന്ന ഒരു ദൃശ്യാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ യാതൊരു പരിഗണനകളും ഇല്ലാതെ നമുക്ക് മനസ്സിൽ തോന്നിയ രീതിയിലുള്ള ഒരു വിധി നടത്തുകയാണ്. അതിനകത്ത് അപാകതകൾ സംഭവിച്ചേക്കാം, തെറ്റുകൾ സംഭവിച്ചേക്കാം.
നമ്മുടെ കാഴ്ചയുടെ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ടുള്ള വിധി ഇതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും തെറ്റുകളുണ്ടെങ്കിൽ, അപാകതകളുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഈ മദ്വചനങ്ങൾക്ക് മാർദ്ദവമില്ലെങ്കിൽ ഉദ്ദേശശുദ്ധിയാൽ മാപ്പ് നൽകുക എന്നല്ല കവി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചുള്ള ഒരു വിധികർത്താവ് എന്നെ സംബന്ധിച്ചിടത്തോളം അനുഭവമായ യാത്രയായിരുന്നു. വളരെ വിശാലമായിട്ടുള്ള ദൃശ്യാനുഭവമായിരുന്നു. ആർക്കിടെക്റ്റ് എന്ന ഒരു അന്വേഷകനാണ്. ആ അന്വേഷകൻ എന്നുള്ള രീതിയിൽ നമ്മളെ തന്നെ പലതും നമ്മുടെ തെറ്റുകൾ തന്നെ ചൂണ്ടിക്കാണിക്കുകയും സ്വയം വിമർശനാത്മകത കാണുവാനൊക്കെ ഈ ഒരു യാത്ര സഹായിച്ചുവെന്ന് നന്ദിപൂർവ്വം ഈ അവസരത്തിൽ ഞാൻ ഓർത്തെടുക്കുന്നുണ്ട്. താങ്ക് യു സർ. ഒരുപക്ഷെ എൻ്റെ വീട് സീസൺ 2 പോലുള്ള ഒരു പ്രോഗ്രാമിൽ, പ്രത്യേകിച്ച് അത് വീടുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം ആവുമ്പോൾ നമ്മുടെ ഒരു ജഡ്ജെങ്കിലും ഒരു ഫീമെയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അത്രയും ജെന്യൂൻ ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് പോസിബിൾ ആവില്ല. ബിക്കോസ് എപ്പോഴും ഒരു വീട്, ഒരു സ്ത്രീയുമായിട്ടാണ് വീട് ഏറ്റവും റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ഹോം മേക്കർ എന്ന് പറയുമല്ലോ നമ്മൾ. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷമുണ്ട് ഷൈന ചേച്ചിയെ നമുക്ക് ഈ വേദിയിൽ കിട്ടിയതിൽ. ഇനി ഷൈന ചേച്ചിയോട് ചോദിക്കാം, എന്താണ് നെറോലാക്ക് എൻ്റെ വീട് സീസൺ 2 കുറിച്ച് ഷൈന ചേച്ചിക്ക് പറയാനുള്ളതെന്ന് പ്ലീസ്. വീണ, ജഡ്ജ് എന്ന നിലയിൽ സാറ് പറഞ്ഞ കണക്ക് ഞങ്ങൾക്കും ഇത് എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള അനുഭവമായിരുന്നു. പല വീടുകളിലും നമ്മൾ ജഡ്ജ് ചെയ്തു, അതിനകത്ത് കുറ്റങ്ങൾ കണ്ടുപിടിച്ചു, നല്ല കാര്യങ്ങൾ പറഞ്ഞു. ഇതെല്ലാം പേഴ്സണലായിട്ടുള്ളൊരു ഇതല്ല. പക്ഷെ ജഡ്ജ് എന്ന നിലയിൽ ഞങ്ങൾക്ക് പറയേണ്ടി വരുന്നതാണ്, എല്ലാ വീടും ഏതുടമസ്ഥനും സ്വർഗം തന്നെയാണ്. അത് ഏത് രീതിയിലാണെങ്കിലും നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാൻ മറ്റൊരാൾ, ഒരു തേർഡ് പേഴ്സൺ ഒരിക്കലും അതിനകത്ത് പ്രയോറിറ്റി ഇല്ല. ബട്ട് ഓൾവേസ് ഒരു കോമ്പറ്റീഷൻ ആകുമ്പോഴത്തേക്കും അങ്ങനെ പറയാൻ നമുക്ക് പറയേണ്ടി വരുന്നു എന്നുള്ളതാണ്. പ്രേക്ഷകർക്കും ഇത് എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള അനുഭവം തന്നെ ആയിരുന്നു എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും തെറ്റുകൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് പറയുന്നു. താങ്ക് യു. ആൻഡ് നമ്മുടെ 2 ജഡ്ജസ് പറഞ്ഞ പോലെ ഫ്രം ദ ബിഗിനിങ് ഏകദേശം 60 വീട് കണ്ട് ഇരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും, നമ്മൾ ഇനിയൊരു വീട് കൺസ്ട്രക്ട് ചെയ്യുന്നെങ്കിൽ എന്തൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തണം, എന്തൊക്കെ വേണ്ട, എന്തൊക്കെയാണ് ഡൂസും ഡു നോട്ട്സ് എന്നുള്ളത് ഫുൾ ഒരു ഐഡിയ കിട്ടുന്നുണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ എൻ്റെ വീടിനെ കുറിച്ച് നമ്മുടെ നെറോലാക്കിന്റെ റെപ്രസെന്റേറ്റീവ്സിന് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. ആദ്യമായി സർ. First of all, I would say we are really happy to be a part of this fabulous journey. Nerolac Ende Veedu Season 2 it is like there were some 500 entries, out of which we have selected the eminent jury, inclusive of Padma Shri Sri Shankar Sir, has shortlisted some 60 odd entries, out of which we have selected the best ones. It has really been a fabulous journey. The judgment has been based on some of the parameters are like functionality of the house, interiors, exteriors, and one of the main points were the eco-friendliness of the house. So, ee കാര്യങ്ങളൊക്കെ വെച്ച് ജഡ്ജ് ചെയ്ത് ബെസ്റ്റ് ആയിട്ടുള്ള houses, best ആയിട്ടുള്ള entries. I can say that all Keralites are very passionate about their homes. So are we. As a paint company, as Nerolac, we are also very passionate about homes. So these are not merely houses, these are homes, and we would be shortlisting the best ones out of these. Thank you. Thank you, sir. And നെറോലാക്ക് എൻ്റെ വീട് സീസൺ 2 പോലുള്ള ഒരു റിയാലിറ്റി ഷോയ്ക്ക് എന്താണ് പ്രാധാന്യമുള്ളത് നമുക്ക് ചോദിച്ചു നോക്കാം. ജിതേഷ് സർ, പ്ലീസ്. ഓക്കെ, നമ്മുടെ ഇപ്പോൾ പ്രൊജക്ട് സെഗ്മെന്റിനെ കുറിച്ച് മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ നമ്മുടെ ജഡ്ജസ് പറഞ്ഞതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഗ്മെന്റ് ആയിട്ട് ഇപ്പോൾ നമ്മൾ ഉയർന്നു വന്നിരിക്കുകയാണ് എൻവയോൺമെന്റൽ സെഗ്മെന്റ്. അപ്പോൾ തീർച്ചയായിട്ടും നെർലാക്ക് പെയിന്റ്സിന് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പെയിന്റ് ഉണ്ട്, എക്കോ ക്ലീൻ എന്നാണ് അതിൻ്റെ പേര്. അത് 0 VOC നോ സ്മെൽ. അതാണ് നമ്മൾ പ്രാക്ടിക്കലി പറയുകയാണെങ്കിൽ നോ സ്മെൽ. അത് വളരെ ഹെൽത്തിന് വളരെ ഹസാഡസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒന്നുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഉപയോഗിച്ച് നോക്കണം. കാരണം അത് വേൾഡ് ഇപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എൻവയോൺമെന്റ് ഫ്രണ്ട്ലിനെസ്സിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നെർലാക്കും അതിൻ്റെ കൂടെ തന്നെ മൂവ് ചെയ്യുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പെയിന്റ് തീർച്ചയായിട്ടും ഉപയോഗിച്ച് നോക്കുക. ഇത് നാളത്തേക്കുള്ള ഫ്യൂച്ചറിൻ്റെയൊക്കെയുള്ളൊരു പെയിന്റ് കൂടിയാണ്. താങ്ക് യു സർ. നെറോലാക്ക് എൻ്റെ വീട് സീസൺ 2 തുടക്കം മുതൽ ഈ നിമിഷം വരെ നെറോലാക്കിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. എന്തായാലും ഇതിനെക്കുറിച്ച് സംസാരിക്കാനായി വി ഹാവ് അവർ കോർപ്പറേറ്റ് വൈസ് പ്രസിഡന്റ് ഫോർ മാർക്കറ്റിംഗ് ശ്രീ ജയകൃഷ്ണൻ സർ, പ്ലീസ്. My role here is primarily to thank the judges and the sponsors. And actually, I mean, it's been a great thing for us. Shankar and me personally also, we go back ages, professionally as well as personally. Thank you, Shaina,
for being here. And SCV as such, actually, we have been socially responsible to the things that to the market. And actually, the whole medium is pretty, we are into the, what do you call that, the narrow niche, where we speak of Kerala and only Kerala. And we very thankful to the judges, as I said. Thank you all for all the support. Thank you, Shankar and Shaina. നെറുലാക്ക് എന്റെ വീട് സീസൺ 2-ന് വളരെയധികം സപ്പോർട്ട് ചെയ്ത നമ്മുടെ ബഹുമാനപ്പെട്ട ജഡ്ജസിന് അടുത്തതായി മൊമെന്റോ നൽകുകയാണ്. മൊമെന്റോ നൽകുന്നതിനായി നെറുലാക്ക് റീജിയണൽ സെയിൽസ് മാനേജർ ശ്രീ സുനിൽ ജോർജിനെ വെൽക്കം ചെയ്യുന്നു. ആദ്യമായി പത്മശ്രീ ശങ്കർ സർ. ശ്രീമതി ഷൈന രാജേഷ്, നെറുലാക്ക് എന്റെ വീട് സീസൺ 2-ലെ ടോപ്പ് 3 ഹൗസസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി എറണാകുളത്തെ വടക്കും തല വീടിനെ റെപ്രസെന്റ് ചെയ്ത് ഇവിടെ എത്തിയിട്ടുള്ളത് ശ്രീ നിഖിൽ ജോസഫ് ആണ്. നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ശ്രീ നിഖിൽ ജോസഫ്. സമ്മാനം നൽകുന്നതിനായി കോർപ്പറേറ്റ് മാർക്കറ്റിംഗ് വൈസ് പ്രസിഡന്റ് ശ്രീ ജയകൃഷ്ണൻ നായർ നമ്മോടൊപ്പം ഉണ്ട്. സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. അടുത്തതായി നെറുലാക്ക് എന്റെ വീട് സീസൺ 2-ന്റെ മൊമെന്റോ നെറുലാക്കിന്റെ റെപ്രസെന്റേറ്റീവ്സിന് നമ്മൾ നൽകുകയാണ്. ഇതിനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ ജയറാം മേനൻ, സീനിയർ മാനേജർ മാർക്കറ്റിംഗ്. സർ പ്ലീസ്. മൊമെന്റോ ഏറ്റുവാങ്ങുന്നതിനായി ആദ്യമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു റീജിയണൽ സെയിൽസ് മാനേജർ കേരള ശ്രീ സുനിൽ ജോർജ്. സർ. അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ ജോൺ സ്കോഷി, ഏരിയ മാനേജർ തിരുവനന്തപുരം. And finally, I would like to invite Sri Jitesh Piyu, Project Manager, Kerala. നെറുലാക്ക് എന്റെ വീട് സീസൺ 2-ലൂടെ കേരളത്തിലെ ഏറ്റവും മികച്ച വീട് തേടി നമ്മൾ നടത്തിയ യാത്ര ഇവിടെ പര്യവസാനിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും മികച്ച വീട് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു, സമ്മാനവും നൽകി കഴിഞ്ഞു. പ്രധാനമായും 3 ഘടകങ്ങളെ ബേസ് ചെയ്താണ് മികച്ച വീടിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്: ഫങ്ഷണൽ ആസ്പെക്ട്സ്, ഇന്റീരിയേഴ്സ്, എക്സ്റ്റീരിയേഴ്സ് ആൻഡ് ഈക്കോ ഫ്രണ്ട്ലിനെസ്. ACVയും നെറുലാക്കും ചേർന്ന് ഇത്തരം ഒരു റിയാലിറ്റി ഷോയിലൂടെ ആഗ്രഹിക്കുന്നത് നമ്മുടെ പ്രേക്ഷകർക്ക് നല്ലൊരു പോസിറ്റീവ് മെസ്സേജ് നൽകുക എന്നുള്ളതാണ്. തീർച്ചയായും നമ്മുടെ വരും തലമുറകൾക്കായി നമ്മുടെ പ്രകൃതിയെ നമുക്ക് സേവ് ചെയ്യാം. വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ ഗുഡ് ബൈ.